അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പവിത്രമായ മാസം റബീഉൽ അവ്വൽ മാസം 1 മുതൽ പ്രത്യേകമായി നാം ചെയ്യേണ്ട, നാം മനസ്സിലാക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാനും കൂടുതൽ അടുത്തറിയാനും ഈ പരിശുദ്ധമായ റബീഇൻ്റെ വസന്തമാസങ്ങളെ നാം ഉപയോഗപ്പെടുത്തണം. ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ആ മനുഷ്യൻ്റെ ഹിദായത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനിക്ക് ഈമാനിനേക്കാളും ഇബാദത്തിനേക്കാളും ഏറ്റവും കൂടുതൽ ആദ്യം ഉണ്ടാകേണ്ടത് ഹിദായത്താണ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, അവനിക്ക് ഇൽമുകൾ ഒരുപാടുണ്ടായിരുന്നു, ഇബാദത്തുകൾ ഒരുപാടുണ്ടായിരുന്നു, പക്ഷേ ഹിദായത്ത് ഉണ്ടായിരുന്നില്ല. ഇബ്ലീസിൻ്റെ ഇൽമിനെ കുറിച്ച് മഹാന്മാർ പറഞ്ഞത് 20,000 വർഷത്തോളം ആകാശലോകത്തുള്ള മലക്കുകൾക്ക് ദർസ് നടത്തിയ വലിയ ഇൽമിൻ്റെ ഉടമയായിരുന്നു. 20,000 വർഷത്തിലധികം ദർസ് നടത്തിയ ഇൽമിൻ്റെ ഉടമയായിരുന്നു. ഇബാദത്തിൻ്റെ വിഷയത്തിലോ 80,000-ത്തിലധികം വർഷം ഇബാദത്ത് തുടർച്ചയായി ചെയ്തിട്ടുമുണ്ട്. ഇത്രയും ഇബാദത്തും ഇൽമും ഉണ്ടായിരുന്ന ഇബ്ലീസ് ശപിക്കപ്പെടാനും നശിക്കാനും കാരണം അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഹിദായത്ത് ലഭിച്ചില്ല എന്നതാണ്. സത്യവിശ്വാസികളായ നമുക്ക് ഹിദായത്ത് വഴിതെറ്റിപ്പോവാതിരിക്കാൻ ഒരു മുസ്ലിമായ മനുഷ്യൻ ദിവസവും 5 നേരങ്ങളിലായി 17 പ്രാവശ്യം നിർബന്ധമായും ദുആ ചെയ്യണം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തണേ അല്ലാഹ് എന്നുള്ള പ്രാർത്ഥന, ഇത് 17 പ്രാവശ്യം, അത് വ്യത്യസ്തമായ 5 സമയങ്ങളിലായി പ്രാർത്ഥന നടത്തൽ നിർബന്ധമാണ്. ഈ ഹിദായത്ത് നമുക്ക് ലഭിക്കാൻ കാരണക്കാർ അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. വല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വകഫാ ബില്ലാഹി ഷഹീദ. ആ പ്രവാചകൻ കാരണമാണ്, ആ പ്രവാചകനിലൂടെയാണ് നിങ്ങൾക്ക് ഹിദായത്ത് ലഭിച്ചത്. മാത്രമല്ല, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിൻ്റെ 2000-ത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മഹാനായ സയ്യിദുന ഖലീലുല്ലാഹി ഉപ്പാപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹിദായത്ത് ലഭിക്കാൻ കാരണക്കാരാവുന്ന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويزكيهم ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ, പ്രവാചകരെ കുറിച്ച് അറിയുന്നതിലൂടെ, പഠിക്കുന്നതിലൂടെ വരാനിരിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി ലോകത്ത് ആദ്യമായി ഒരു പ്രവാചകന്റെ നിയോഗത്തിന് വേണ്ടി ദുആ ചെയ്തത് മഹാനായ സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ
ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ഒരാൾക്ക് ഹിദായത്ത് ലഭിച്ചിട്ടുണ്ട് എന്ന് അറിയാനുള്ള അടയാളങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹിദായത്ത് ലഭിച്ച മനുഷ്യൻ്റെ 7 അടയാളങ്ങളിൽ ആ മനുഷ്യനിൽ കാണുന്ന അടയാളം വളരെ വ്യക്തമായി പറഞ്ഞാൽ ആദ്യത്തേത് യതബയ്യനു ഫീ ലിസാനിഹി എന്നാണ്. അവൻ്റെ നാവിൽ അത് വളരെ വ്യക്തമായി പറയും. കാരണം ഒരു മനുഷ്യന് ഹിദായത്ത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ നാവിലൂടെ വരുന്നത് മുഴുവനും നല്ല സംസാരങ്ങൾ, നാടിനും സമൂഹത്തിനും കുടുംബത്തിനും ജനങ്ങൾക്കും ഉപകാരമുള്ള, കളവുകളോ ഗൈബത്തോ നമീമത്തോ വന്നു ചേരാത്ത വളരെ കൃത്യമായ, നാടിനും സമൂഹത്തിനും ഉപകരിക്കുന്ന, അവനും ഉപകരിക്കുന്ന നല്ല നല്ല സംസാരങ്ങളായിരിക്കും അവൻ്റെ നാവിൽ നിന്ന് വരിക. മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു സ്വഹാബി ഒരിക്കൽ അല്ലാഹുവിൻ്റെ ഹബീബിനോട് ചോദിക്കുന്നുണ്ട്, മൻ നജാ യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ രക്ഷപ്പെട്ടവർ? ആ സമയത്ത് അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞ മറുപടി അംസിക അലൈക ലിസാനക എന്നാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നിന്റെ നാവിനെ നീ അഴിച്ചുവിടരുത്. നിന്റെ നാവിനെ മോശമായ വഴികളിൽ നിന്ന്, മോശമായ സംസാരങ്ങളിൽ നിന്ന് നീ പിടിച്ചു വെക്കണം. അല്ലെങ്കിൽ നിനക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. അങ്ങനെ അംസിക അലൈക ലിസാനക, നിന്റെ നാവിനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ നിന്ന് പിടിച്ചു വെച്ചാൽ നിനക്ക് രക്ഷപ്പെടാമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അള്ളാഹുവിൻ്റെ ഹിദായത്ത് ലഭിച്ച മനുഷ്യൻ്റെ അടയാളങ്ങളിൽ രണ്ടാമതായി പറഞ്ഞിട്ടുള്ളത് അവൻ്റെ കൈ മോശമായ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും രക്ഷപ്പെടും. അവൻ്റെ കൈ കൊണ്ട് ഒരു ഹറാമായ കാര്യങ്ങൾ പോലും ആ മനുഷ്യൻ ഒരിക്കലും ചെയ്യാൻ സാധിക്കുകയില്ല. മറ്റൊന്ന് അവൻ്റെ വയറാണ്, പള്ള. ഹറാമായ ഒന്നും ആ മനുഷ്യന് ഭക്ഷിക്കാൻ സാധിക്കുകയില്ല ആ മനുഷ്യന് ഹിദായത്ത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ. മറ്റൊന്ന് അവൻ്റെ കാലുകളാണ്. ഹറാമിലേക്ക് ആ മനുഷ്യൻ്റെ കാലുകൾ ഒരിക്കലും നടന്നു പോവുകയില്ല ആ മനുഷ്യന് ഹിദായത്ത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ. മറ്റൊന്ന് അവൻ്റെ കണ്ണുകൊണ്ട് നല്ലതല്ലാതെ ഒന്നും ആ മനുഷ്യൻ കാണുകയില്ല. ഹറാമായതൊന്നും ആ മനുഷ്യൻ കാണുകയില്ല. ഹറാമായ കാര്യങ്ങളിലേക്ക് അവൻ്റെ കണ്ണ് പോകുന്നുണ്ടെങ്കിൽ അവന് അള്ളാഹിൻ്റെ ഹബീബിലൂടെ ഹിദായത്ത് ലഭിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അള്ളാഹിൻ്റെ ഹബീബ് ഒരിക്കൽ പറയുന്നുണ്ട് സ്വഹാബികളോട്, നിങ്ങൾ ആവശ്യമില്ലാതെ വഴിയിലിരിക്കരുത്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇയ്യാക്കും വൽ ജുലൂസ ഫി തുറക്കാത്ത്, വഴിയിലിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അതിലൂടെ നടന്നു പോകുമ്പോൾ, പലരും നടന്നു പോകുമ്പോൾ, സ്ത്രീകളടക്കമുള്ള ആളുകൾ പോകുമ്പോൾ ഹറാമിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ കണ്ണുകൾ ഹറാമിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഹിദായത്ത് ലഭിച്ചിട്ടില്ല. മറ്റൊന്ന് ഹൃദയമാണ്. നല്ല ചിന്തകളിലേക്ക് മനസ്സ് പോകുന്നുണ്ടെങ്കിൽ അത് ഹബീബിലൂടെ ഹിദായത്ത് ലഭിച്ചതിൻ്റെ അടയാളമാണ്. ഏഴാമതായി പറഞ്ഞത് അവൻ്റെ നിത്യപ്രവർത്തനങ്ങൾ മുഴുവനും നല്ല പ്രവർത്തനങ്ങളായി മാറുമെന്നാണ്. ഈ രീതിയിൽ അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ പവിത്ര മാസത്തിൽ മുത്തുനബിയെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാനും സ്നേഹിക്കാനും മനസ്സിലാക്കാനും അവിടുത്തെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലി നല്ല രീതിയിൽ ഈ മാസങ്ങളെ യാത്രയാക്കാനും നമ്മൾ തയ്യാറാകണം. അല്ലാഹുവിൻ്റെ ഹബീബ് പറയുന്നുണ്ട്, നാളെ മഹ്ശറയിൽ ഏറ്റവും എൻ്റെ അടുത്തൊട്ടിച്ചേർന്ന് നിൽക്കുന്നവർ എൻ്റെ പേരിൽ ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിച്ചവരായിരിക്കും. മാത്രമല്ല, എൻ്റെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിച്ച ആളുകളെ ഞാൻ നാളെ സിറാത്ത് പാലത്തിൻ്റെ സമീപം കാത്തു നിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പവിത്രമായ മാസത്തിൽ ഗവൺമെൻറ് അനുശാസിക്കുന്ന രീതിയിൽ തന്നെ ആ നിയമങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ, പ്രോട്ടോകോളുകൾ പാലിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പട്ടർകടവ് ജുമുഅത്ത് പള്ളിയിൽ ഇന്ന് മുതൽ ഈ മാസം 30 ദിവസങ്ങളിലും, അതുപോലെ തന്നെ നമ്മുടെ മഹല്ലിൻ്റെ ജുമുഅത്ത് പള്ളിയുടെ കീഴിലുള്ള എല്ലാ പള്ളികളിലും ഇന്ന് മുതൽ മൗലീദ് സദസ്സുകൾ നടക്കുകയാണ്. കഴിവിൻ്റെ പരമാവധി അൽഹംദുലില്ലാഹ് ഓൺലൈനായി ലൈവായി വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ മൗലീദ് സദസ്സ് നമ്മുടെ മഹല്ലിലുള്ള എല്ലാ ആളുകൾക്കും പരിപാടി വീക്ഷിക്കാനും
അതിൽ പങ്കാളികളാവാനും ആമീൻ പറയാനുമുള്ള അവസരങ്ങൾ ഒരുക്കാൻ വേണ്ടി ആലോചിക്കുകയാണ്. നിങ്ങളെല്ലാവരും സഹകരിക്കുകയും ദുആ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് എല്ലാ അവസരങ്ങളും ഒരുക്കി തരട്ടെ.